ഗ്ലോറി 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 ഗ്ലോറി. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. വർഷിപ്പ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം കർത്താവേ. നന്ദിയോടെ 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 സ്തുതിക്കുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു കർത്താവെ. ആരാധിക്കുന്നു. ഓ റാബശാല റാബ റാബശാദ റാബ ഓ റാഖശാദ ലാബ റാബ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധനായവനെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഓ റാബശാല റാബ ബബശാര റാബ. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. Thank you Jesus, thank you Jesus. Hallelujah. അത്യുന്നതനായ ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റാബശാല റാബ ബാബ ബശാദ റാബ 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 ഓ റാബശാഖല റാബ 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 റാബ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റാബശാഖല റാബ ബാബ ബശാദ റാബ. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. അത്യുന്നതനായ ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
വരുന്നേശു മിശിഹാ. കോടാകോടിതൻ ദൂതർ സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ. വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഹൃദയങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് അവനെ ഒരുമിച്ച് ആരാധിക്കാം. അവൻ അത്ഭുത മന്ത്രിയായ ദൈവം, വീരനായ ദൈവം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കോടാകോടിതൻ ദൂത സൈന്യങ്ങളോടെ നീ ഞങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ നീ വരുന്നുവെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം തന്ന ദൈവം, ആ കർത്താവിനെ നമുക്ക് ഒരു മനസ്സോടുകൂടി അവനെ ആരാധിക്കാം. Hallelujah, glory, 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 glory. Oraba shada la karaba baba, oraba shaka la baraba shada raba raba. Hallelujah, glory, ആരാധിക്കുന്നു കർത്താവേ. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. oraba shala raba baba baba, oraba shada re 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 re, oraba shala re 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 re, ore balare shala re khalare olare, ore balare shala re, ore khalare shala re, ore bashada la re 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 re, ore balare shale re 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 re, ore balare shada re 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 re, ore bashala re 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 re, ore bashakala re 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 re,
ഖലരേ രേ 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 രേ. ഓ പരിശുദ്ധൻ, ഓ പരിശുദ്ധൻ. ഹല്ലേലൂയ രക്ഷരേ. ഓരേ ഭാഷലരേ ഖലരേ രേ രേ രേ. ഓരേ ഓരേ ഖലരേ ശരേ രേ 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 രേ. ഓരേ ഭാഷലരേ ഹലരേ. ഓരേ ഹലരേ. ഓരേ ഹലരേ. ഓരേ ഹലരേ. ഓരേ ഹലരേ ഹലരേ ശരേ രേ. ഓരേ ഖലരേ. ഓരേ ഹലരേ ശരേ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് കർത്താവേ. ഓ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ സാഹചര്യങ്ങളെയും എല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ കർത്താവേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുവാൻ തക്കവണ്ണം കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ കർത്താവേ. നിന്നെ സദാസമയം ആരാധിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കൃപയാൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഓ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഓ നന്ദിയോടെ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഭവനങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം ഒഴുകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ഗ്ലോറി 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 റബ. ഓ റബ ബബ ബഷറ രേ 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 രേ. ഓ റബ ഷദറ ഖറ ബബ ബബ ബ. ഓ റബ ബബ ഷദറ ഖല റബ ബബ ഷറ റബ ബബ ബ. ഓ റബ ഷല രേ 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 രേ. ഓ രേ ഷല രേ 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 രേ. ഓ രേ ബഷദ രേ 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 രേ. ഓ റബ ഷ ഖല രേ 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 രേ. ഓ റബ ബബ ഷ രേ 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 രേ. ഓ റബ ഷല രേ 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 രേ. ഓ റബ ഷല രേ 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 രേ. ഓ റബ ഷല രേ 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 രേ. ഓ റഖ ഷല രേ 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 രേ. ഓ റബ ബബ ഷല രേ 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 രേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ബലം അങ്ങയിലുള്ള മനുഷ്യൻ അനുഗ്രഹീതൻ, സിയോനിലേക്കുള്ള പെരുവഴി അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. ബലം അങ്ങയിലുള്ള മനുഷ്യൻ അനുഗ്രഹീതൻ, സിയോനിലേക്കുള്ള പെരുവഴി അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മളുടെ കയ്യിലുള്ള ഒരു ബലത്തിലും നമുക്ക് ആശ്രയിക്കാൻ സാധിക്കത്തില്ല എന്ന്. ചിലപ്പോൾ നമ്മളുടെ ബലം നമ്മളുടെ കുടുംബ പേരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സമ്പത്തിലായിരിക്കാം, ചിലപ്പോൾ ചില മരുന്നുകളിലായിരിക്കാം. ഏതിലാണ് ബലമെന്ന് നമുക്കറിയത്തില്ല. ആ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ നമ്മളുടെ ബലം നമ്മൾ ഏതിലാണ് വെച്ചിരിക്കുന്നതെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബലം അങ്ങയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യേശു ക്രിസ്തുവിൽ ഉള്ള മനുഷ്യൻ ബലം അല്ലെങ്കിൽ ആശ്രയം യേശു ക്രിസ്തുവിൽ വെക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം അവൻ അബ്രഹാം കണ്ടതുപോലെ കനാൻ ദേശത്തേക്ക് നോക്കി. ഒരു കൂടാരവാസിയായിരുന്ന അബ്രഹാം കാനാൻ ദേശത്തേക്ക് നോക്കി, കാനാൻ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തെ ദർശനം കണ്ട്, സ്വപ്നം കണ്ട്, അവൻ ലോകത്തിൻ്റെ ഒരവസ്ഥകളിലും എല്ലാ ബലങ്ങളെയും മാറ്റിവെച്ച് യേശു ക്രിസ്തുവിൽ ആ മരുഭൂമിയിലൂടെ നടന്നു. ഇന്ന് വചനം നമ്മളെയും കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ബലം, എൻ്റെ ആശ്രയം, എൻ്റെ ഈ ലോക്ക്ഡൗൺ കാലത്ത് എനിക്കുണ്ടായിരുന്ന എല്ലാ ആശ്രയങ്ങളെയും മാറ്റിവെച്ചിട്ട് ജനം ഒരു സാഹചര്യത്തെയും നമുക്ക്, അല്ലെങ്കിൽ ഒരവസ്ഥയെയും നമുക്ക് നമ്മളുടെ മുമ്പിൽ നേരിടുന്ന ഒരു പ്രശ്നങ്ങളിലേക്കും പരിഹാരം കാണാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യർ മുമ്പോട്ട് പോകുമ്പോൾ, ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ആശ്രയിക്കാൻ ഒരു ബലമുണ്ട്, നമ്മുടെ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലേക്ക് ദൈവത്തിൻ്റെ ദാസനിലൂടെ എപ്പോഴും നമ്മൾ വചനം കേൾക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൽ ആയിരിക്കുക നമ്മുടെ ബലം, അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം, നമ്മളുടെ പെരുവഴി, സിയോനിലേക്കുള്ള പെരുവഴി.
എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്കുള്ള ആ യേശുവിൻ്റെ രണ്ടാം വരവിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകളെ അവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുവാൻ ഈ സമയങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ലോകം നമ്മളെ നിന്ദ്യമായി എണ്ണുമായിരിക്കും. പഴയൊരു ദേവദാസൻ പാടിയൊരു ഗാനമുണ്ട്, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരുന്ന പേരെനിക്ക് എന്തിനാ. ലോകം നമ്മളെ നിന്ദിക്കുമായിരിക്കും, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറുമായിരിക്കും, നമ്മൾ ഒറ്റപ്പെടുമായിരിക്കും. ഏതവസ്ഥയാണേലും ബലം യേശു ക്രിസ്തുവിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. സിയോനിലേക്കുള്ള ആ യാത്ര, നമ്മുടെ നിത്യമായ യാത്രയിലേക്ക് ഇന്ന് കേൾക്കുന്ന വചനം, കർത്താവേ, ആ യാത്രയ്ക്ക് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവസ്ഥകളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് നീ എനിക്കത് വെളിപ്പെടുത്തി തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബലത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ആശ്രയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഏക മനസ്സോടെ അവൻ്റെ സന്നിധിയിൽ ആ നല്ലവനായ ദൈവത്തെ, ആ പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാം മറന്നുകൊണ്ട്, എല്ലാ മേലാഴികളും സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാം മറന്നുകൊണ്ട് ആ നല്ലവനായ ജീവിക്കുന്ന യേശുവിനെ വീണ്ടും കോടാനുകോടി ദൈവദൂതന്മാരോടുകൂടി വാനമേഘങ്ങളിലേക്ക് നമ്മളെ എടുക്കുവാൻ വരുന്ന ആ ജീവനുള്ള യേശുവിനെ നമുക്ക് ആരാധിക്കാം. എൻ്റെ ബലം എൻ്റെ യേശുവാണ്, അവൻ്റെ ചിറകിൻ്റെ മറവിൽ അവൻ എന്നെ താങ്ങുന്നു, അവൻ എന്നെ കാക്കുന്നു എന്ന ആ ഗാനം നമുക്ക് ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ യേശുവിൽ ആരാധിച്ചുകൊണ്ട് പാടാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. ഇരമ്പും ആഴിമേൽ ഇമ്പനാഥൻ നടത്തിടും, ഇരമ്പും ആഴിമേൽ ഇമ്പനാഥൻ നടത്തിടും. ഭയമെന്തിന് ഞാനല്ലയോ എന്ന അത്ഭുത ധ്വനി ഞാൻ കേട്ടിടും. ഭയമെന്തിന് ഞാനല്ലയോ എന്ന അത്ഭുത ധ്വനി ഞാൻ കേട്ടിടും. എൻ ബലം എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. ലോകം നിന്ദ്യമായി കുഴിയിൽ തള്ളിടും, ലോകം നിന്ദ്യമായി കുഴിയിൽ തള്ളിടും. യോസേഫിൻ ദൈവം ഉയർത്തിടും, ഉന്നതൻ എനിക്കായി കരുതിടും. യോസേഫിൻ ദൈവം ഉയർത്തിടും, ഉന്നതൻ എനിക്കായി കരുതിടും. എൻ ബലം എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നെ യേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻതിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. വഴി തെറ്റി വീണൊരു കുഞ്ഞാടാൻ കരയുമ്പോൾ, വഴി തെറ്റി വീണൊരു കുഞ്ഞാടാൻ കരയുമ്പോൾ, ഇടയൻ തൻ ഭുജത്തിൽ എടുത്തന്നെ ആഘോഷ നൃത്തം ആടിടും.
തൻ ഭുജത്തിൽ എടുത്തന്നെ ആഘോഷ നൃത്തം ആടിടും. എൻ ബലം എന്നേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. വഴി തെറ്റി പോയൊരു കുഞ്ഞാടാൻ കരയുമ്പോൾ, വഴി തെറ്റി വീണൊരു കുഞ്ഞാടാൻ കരയുമ്പോൾ, ഇടയൻ തൻ ഭുജത്തിൽ എടുത്തന്നെ ആഘോഷ നൃത്തം ആടിടും. ഇടയൻ തൻ ഭുജത്തിൽ എടുത്തന്നെ ആഘോഷ നൃത്തം ആടിടും. എൻ ബലം എന്നേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. ഉള്ളതാൽ താങ്ങിടും. ഉള്ളതാൽ താങ്ങിടും. ബറബറബ ഒരേ ബരേ രേ 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 ഒറബ ശദല കറബറബ രേ 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 ഒറബ ശന്ദര ബറബറബ ബലബ അറബ ശദര ബരി ബറബ കറബ ഹുഡ രാജ രന്ദറബ കറബ ശദല കറബറബ രി ബറബ കറബ ശദല കറബറബ ബറബ ഒരേ രേ 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 ഒറബ ശന്ദര ബരി ബറബ ഹുഡ രാജ കറബ ശന്ദര ബരി ബറബ ഹുഡ രാജ റബ ലബ രി ബറബ കറബ ശന്ദര കലബ റബ രി ബറബ രന്ദല ബലബ ബലബലബ രി ബലബലബ ഹുഡ രാജ റംബ ലബ രി ബറബ ഒരേ ബറബ ശദര കലബ രി ബറബ കറബ ശന്ദര ബരി ബറബ ഹുഡ രാജ രി ബറബ രന്ദര ബരേ രേ 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 ഒറബ ശന്ദര ബരി ബറബ ഹുഡ രാജ ഒറബ ശന്ദര രേ 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 ഒറബ ശന്ദര ബരി ബറബ കറബ ശദര കലബ റബ 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 രി ബറബ രി ബറബ കറബ ശന്ദര കലബ റബ ഹുഡ രാജ. ഓ പരിശുദ്ധൻ 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 ഹല്ലേലൂയ. ഒറബ ശദര കലബ റബ 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 ഒറബ ശദല കറബ റബ ഒറബ ലബ റബ ശദര കലബ റബ ഫഡോര ഗറബ ശദന്തര ഒറബ ശദന്തര കലബ റബ 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 ഒരേ ബലബ രേ 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 ഒരേ ബശദല കരേ രേ 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 ഒരേ ബല രേ ശല രേ ഖല രേ ഒറേ ബശദര കറബ ബബ ബബ ശരേ രേ 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 ഒറേ ബശദര രേ 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 ഒറേ ബശഖല രേ 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 ഒറേ ബബ ബബ ശദര
Lord, my only aim is that you reign in me again. Over all the earth, you reign on high. Every mountain top, every sunset sky. Lord, my only cause, Lord, my only aim is that you reign in me again. Lord, reign in me, reign in your power over all my dreams. In my darkest hour, you are the Lord of all I am. So won't you reign in me again? Lord, reign in me, reign in your power over all my dreams. In my darkest hour, you are the Lord of all I am. So won't you reign in me again? Over every thought, over every word, may my life reflect the beauty of my Lord. 'Cause you mean more to me than any earthly thing. So won't you reign in me again? Over every thought, over every word, may my life reflect the beauty of my Lord. 'Cause you mean more to me than any earthly thing. So won't you reign in me again? Lord, reign in me, reign in your power over all my dreams. In my darkest hour, you are the Lord of all I am. So won't you reign in me again? Lord, reign in me, reign in your power over all my dreams. In my darkest hour, you are the Lord of all I am. So won't you reign in me again? Lord, reign in me, reign in your power over all my dreams. In my darkest hour, you are the Lord of all I am. So won't you reign in me again? Over every thought, over every word, may my life reflect the beauty of my Lord. 'Cause you mean more to me than any earthly thing. So won't you reign in me again? Over every thought, over every word, may my life reflect the beauty of my Lord. 'Cause you mean more to me than any earthly thing. So won't you reign in me again? Lord, reign in me, reign in your power over all my dreams. In my darkest hour, you are the Lord of all I am. So won't you reign in me again?
reign in me, reign in your power. All my dreams in my darkest hour. Lord, all I am, so want to reign in me. With my hands lifted up, with my mouth filled with praise, with a heart of thanksgiving, I will bless thee, O Lord. With my hands lifted up, with my mouth filled with praise, with a heart of thanksgiving, Yes, amen. I will bless thee, O Lord. I will bless thee, O Lord. I will bless thee, O Lord. With a heart of thanksgiving, I will bless thee, O Lord. I will bless thee, O Lord. I will bless thee, O Lord. With a heart of thanksgiving, I will bless thee, O Lord. You are Lord. You are Lord.
You have risen from the dead, and you're my Lord. Yes, my knee shall bow, and my tongue confess that Jesus Christ is Lord. You're my Lord. You're my Lord. You have risen from the dead, and you're my Lord. Yes, my knee shall bow, and my tongue confess that Jesus Christ is Lord. We are here to praise you. We lift our hearts and sing. We are here to praise you, the best that we can bring. We are here to praise you, lift our hearts and sing. We are here to give you the best that we can bring. And it is our love rising from our hearts. Everything within us Christ. Abba Father, help us now to give you pleasure and delight, heart and mind and will that say, I love you, Lord. I love you, Lord. I love you, Lord. Without you, I can do nothing. Without you, I'll surely fail. Without you, I would be drifting like a ship without a sail. But with you, I can do all things, and with you, I cannot fail. And over the stormiest ocean, in perfect peace I
and Savior. I need thee, oh, I need thee. Every hour I need thee. Oh, bless Bless me now, my Savior. I come to thee. I need Thee, oh, I need thee. Every hour I need thee. Oh, bless me now, my Savior. I come to thee. Oh, I need thee. Every hour I need thee. oh, Bless me now, my Savior. I come to thee. I come to ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മളെ താക്കീത് ചെയ്യുന്നുണ്ട്. നമ്മൾ അതേക്കുറിച്ച് ഒന്ന് കേൾക്കാനാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എത്ര ഭയാജനകമാണ്, എത്ര ഗൗരവമേറിയതാണ്. അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്കിതൊക്കെ വിവേചിച്ചറിയാൻ പറ്റണം. കാരണം ഇതൊക്കെ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത് നേരത്തെ എന്നൊക്കെ. കർത്താവിന് സമയമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. അവനെന്നും ഇന്ന് തന്നെയാണ്. അപ്പം ആയിരം വർഷങ്ങൾ മുമ്പ് ദൈവം പറഞ്ഞത് ദൈവത്തിന് അന്ന് ഇന്നായിരുന്നു, ഇപ്പോഴും ഇന്നാണ്, നമുക്കാണിതൊക്കെ. അപ്പോൾ യേശു എന്തു പറഞ്ഞോ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൂടുതൽ കേൾക്കാൻ പോകുന്നത് ഡിസെപ്ഷൻ ഇൻ ദ ലാറ്റർ ഡേയ്സ്, അല്ലെങ്കിൽ ഡിസെപ്ഷൻ ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ഡിസെപ്ഷൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ വഞ്ചിക്കപ്പെടുക. അവസാന കാലത്ത് കർത്താവിൻ്റെ വരവിനോട് അടുക്കുമ്പോൾ ഒരുപാട് അടയാളങ്ങളുള്ളതിൽ ഏറ്റവും നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു വലിയൊരു അടയാളമാണ് ഡു നോട്ട് ബി ഡിസീവ്ഡ്. കാരണം അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മൾ ആരും കർത്താവ് വരുമ്പം അവൻ്റെ കൂടെ കാണരുത്, അവൻ്റെ കൂടെ എടുക്കപ്പെടരുത്. അതുകൊണ്ട് എപ്പോഴും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനെതിരെയും യേശുവിൻ്റെ സഭയ്ക്കെതിരെയും. സഭയെന്ന് ഞാൻ പറയുമ്പോൾ ആയിരക്കണക്കിന് സഭകളുണ്ട്, അതെല്ലാം സഭയല്ല. യേശുവിൻ്റെ യഥാർത്ഥ സഭ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശുവിൻ്റെ യഥാർത്ഥ സഭയിലാണെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് മാത്രം സ്വീകരിച്ചാൽ പോരാ, നാഥനും കർത്താവും തൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അതായത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമാണ്, ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവനാണ് യേശു. അത് യോഹന്നാൻ്റെ 1-ാമത്തെ അധ്യായം വായിച്ചാൽ കാണാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വായിച്ചാൽ കാണാം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പോൾ ദൈവവചനമാണ് യേശു. അപ്പോൾ ഞാൻ വചനത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൽ ആണ് ജീവിക്കുക. യേശു ക്രിസ്തുവിൽ 24 മണിക്കൂറും 365 ദിവസവും ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ.
അല്ലാതെ മനുഷ്യൻ കണ്ടുപിടിച്ച പാരമ്പര്യങ്ങളിൽ ജീവിക്കുന്നതല്ല. മനുഷ്യൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവവചനമായിട്ട് ഒത്തുപോകാത്ത ഒരുപാട് പ്രാർത്ഥനാ രീതികളും ഇതൊന്നുമല്ല. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. അപ്പോൾ ആ സഭയിലേക്ക് നമ്മളാരും കടന്നു ചെല്ലരുതെന്ന് പിശാച് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവകർമ്മിയാൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, എൻ്റെ അടുക്കൽ അവൻ്റെ പണി നടക്കുന്നില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഇന്ന് ലോകാവസാനം അടുത്തിരിക്കുന്ന എല്ലാ അടയാളങ്ങളും ഉള്ളപ്പോഴും ഒരു പ്രധാനപ്പെട്ട അടയാളം നമ്മൾ സൂക്ഷിക്കേണ്ടത്, മറ്റത് യുദ്ധങ്ങളുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി ഉരുക്കം ഉണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സംഗതിയുണ്ട്. നിങ്ങളെ ആരും വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ഡു നോട്ട് ബി ഡിസീവ്ഡ്. അതേക്കുറിച്ചാണ് നമുക്ക് വായിക്കാൻ പോകുന്നത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 തൊട്ട് 12 വരെ ഞാൻ വായിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മതിക്കുന്നതിനെ പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലിതരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാതശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശുവിൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപുരത്താൽ അവനെ സമാവേശിക്കുകയും ചെയ്യും. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അവനെ രക്ഷപ്രാപിക്കാനും വിമുഖ കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടുകൂടി ആയിരിക്കും. അതിനാൽ വ്യാജമായി നിന്നെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ഭയത്തോടും ഒക്കെ കേൾക്കുക മാത്രമല്ല, നമ്മൾ വളരെ കരുതലോടെ ഇരുന്നില്ലെങ്കിൽ ഇതാർക്കും സംഭവിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് യേശുവിനെ സ്വീകരിച്ചു എന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെ ചിലപ്പോൾ ഒരു ആത്മവഞ്ചനയായി തീരാം. യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തു വചനമാണ്. വചനത്തിൽ മാത്രം ജീവിക്കണം. അത് ഞാൻ ജോലി ചെയ്യുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഫുട്ബോൾ മാച്ച് കാണുമ്പോഴും എന്തെങ്കിലും സിനിമ കാണുമ്പോഴും അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴും കുടുംബജീവിതം നയിക്കുമ്പോഴും പ്രാർത്ഥന നയിക്കുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും എല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിൽ ജീവിക്കുന്നവരായിരിക്കണം.
മറ്റേത് നമുക്ക് യേശു ക്രിസ്തു കർത്താവാണ്, യേശുവാണ് എൻ്റെ കർത്താവ്, ജീസസ് ഈസ് മൈ ലോർഡ് എന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന തത്തയും പറയും. തത്ത പറയുന്നത് പറയാനല്ല, ജീവിതത്തിൽ അത് പ്രവർത്തിച്ചിരിക്കണം. അതായത് എന്തെങ്കിലും മറ്റുള്ളവരെ നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ദൈവവചനത്തിൽ അനുസരിച്ചാണോ, അതോ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് തന്നെ ചിലപ്പോൾ അവരുടേതായ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടും. പൈശാചികമായ ശക്തികൾ അവരെ നയിക്കും. അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അവരറിയാതെ തന്നെ പിശാചിനെ അവരെ നയിക്കാം. തെറ്റായ പ്രബോധനങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ, അതൊക്കെ നയിക്കുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ അവസാന കാലത്ത് ഇങ്ങനെയുള്ള വഞ്ചകർ വരും. ഈ അവസാന കാലം എന്ന് പറയുമ്പോൾ അത് എപ്പോൾ ആരംഭിച്ചു? നമ്മൾ ഹെബ്രായരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാൽ കാണാം. പൂർവ്വകാലത്ത് ദൈവം മനുഷ്യരോട്, അതായത് പഴയ നിയമകാലത്ത് ദൈവം മനുഷ്യരോട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. എന്നാൽ ഈ അവസാന കാലത്ത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ സംസാരിച്ചു. അപ്പോൾ യേശുക്രിസ്തു എപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയോ അന്ന് അവസാന കാലം ആരംഭിച്ചു. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, ഈ യേശുക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നത് നമ്മളുടെ സമയമാണ്. ദൈവത്തിന് സമയമില്ല. അത് മനസ്സിലാക്കണം. ദൈവത്തിന് സമയമില്ല. വീണ്ടും അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന് സമയമില്ല. ഹീ ഈസ് ബിയോണ്ട് ടൈം. ഇറ്റേണിറ്റിയിലാണ്. ഇൻ ഇറ്റേണിറ്റി ദർ ഇസ് നോ ടൈം. അപ്പം അതുകൊണ്ട് ദൈവത്തിന് 6000 വർഷമോ 10000 വർഷമോ ആയിക്കോട്ടെ, അത് ഇന്നത്തെ പോലെയാണ്. അപ്പോൾ യേശുക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സംബന്ധിച്ച് ഇന്നാണ് തുടങ്ങിയത്. നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴാണ്? 2021 വർഷമായി. അതാണ് മനുഷ്യൻ്റെ സമയവും ദൈവത്തിന് സമയമില്ല. അപ്പോൾ അവസാന കാലത്ത് യേശു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവസാന കാലം ആരംഭിച്ചു. ദൈവത്തെ സംബന്ധിച്ച് അവസാന കാലമാണ്. ഈ അവസാന കാലത്താണ് 1000 വർഷങ്ങൾ മുമ്പ് വരെ ഭൂമികുലുക്കങ്ങളും യുദ്ധങ്ങളും ഇങ്ങനെ ബൈബിളിൽ പറയുന്ന എല്ലാം നടക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് 500 മുമ്പ് നടന്നു, 1000 മുമ്പ് നടന്നു. ദൈവത്തെ സംബന്ധിച്ച് ഇന്ന് നടന്നു. പകർച്ചവ്യാധികളുണ്ടാവും. ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സമയം അനുസരിച്ച്. ദൈവത്തെ സംബന്ധിച്ച് അത് ഇന്നാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നാണെങ്കിൽ ഇന്നത്തെ പകർച്ചവ്യാധിയാണ് കൊറോണ വൈറസ്, COVID-19 എന്ന് പറയുന്നത്. ഇനി വേറെ പുതിയത് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇന്നാണ്. ഇത് അവസാന കാലത്തിൻ്റെയാണ്. ഇതുവരെ മനുഷ്യൻ കിടന്ന് വിഷമിക്കുക, പേടിക്കുക. ഇതിന് പ്രത്യേകമായ മരുന്നൊന്നുമില്ല. 2 കുത്തിവയ്പ്പ് എടുത്തവർക്കും ഇത് വന്ന് മരിച്ചവരുമുണ്ട്. ഇതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ടാണ്. 2 കുത്തിവയ്പ്പ് എടുത്തിട്ട് മരിച്ചു. അതുകൊണ്ട് ഈ വാക്സിൻ കൊണ്ടും ആരും രക്ഷപ്പെടുന്നില്ല. അതിന് മരുന്നില്ല. ഇത് കർത്താവിൻ്റെ സമയമാണിത്. അവസാന കാലമാണ്. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം. ഈ സമയത്താണ് യേശു വാനമേഘങ്ങളിൽ വരുമ്പം നമ്മൾ ആരും എടുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനകത്ത് നമ്മൾ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് എന്നതാ? ദൈവത്തിൻ്റെ വചനമാണ് യേശു. വചനം അതുപോലെ പാലിക്കണം. വചനം അതുപോലെ പാലിക്കുമ്പം ആ വചനം കേട്ടിട്ട് ആ വചനം നിങ്ങളോട് പ്രസംഗിക്കാൻ കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഒരാളെ അയച്ചു. ആ വ്യക്തിയിലൂടെ, ആ വ്യക്തി ആരുമല്ല, എന്നെയാണ് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ആരുമല്ല, ഒരു യോഗ്യതയില്ല, നിങ്ങളെപ്പോലെ തന്നെ ബലഹീനന, പാപിയ. പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്തു. കർത്താവ് തിരഞ്ഞെടുത്തപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ജീവിക്കുന്ന ഒരു മൈക്രോഫോൺ പോലെ എന്നെ ഉപയോഗിച്ചു എന്ന് മാത്രം. ആ എന്നിലൂടെ വചനം കേട്ട് എന്നിലൂടെ കർത്താവ് ഒരു സഭ സ്ഥാപിച്ച് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് കവനന്റ് പീപ്പിൾ. അപ്പോൾ ആ കവനന്റ് പീപ്പിളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ആ കവനന്റ് പീപ്പിളിൽ നിങ്ങളോട് വീണ്ടും വീണ്ടും വചനം പറയാനായിട്ട് കർത്താവ് എന്നിലൂടെ കർത്താവ് കാണിച്ചു തന്ന പലരെയും ഉപയോഗിച്ച് പ്രസംഗിക്കുക. അപ്പോൾ അവസാന കാലത്ത് ഉള്ള ഒരു അടയാളം അവർ അങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുന്നുമുണ്ട്. അപ്പം
ഇന്ന് പലരും കവനന്റ് പീപ്പിൾ എന്നൊക്കെ വിട്ടുപോകുന്നുമുണ്ട്. ഇപ്പം ഞങ്ങളല്ല കവനന്റ് പീപ്പിൾ, ഇപ്പം ഞങ്ങൾ വേറെ വലിയ PhD ഒക്കെ എടുത്ത് വലിയ വലിയ ആൾക്കാരെന്നും പറഞ്ഞിരിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ അവസാന കാലത്തെ അടയാളമാണ്. ഇത് പിശാചിൻ്റെ ഒരു കളിപ്പീരാണ്. അവർ വഞ്ചിക്കപ്പെട്ടു പോയവരാണ്. ഈ വഞ്ചിക്കപ്പെട്ടു പോയവൻ അവൻ അറിയാതെ തന്നെ മറ്റുള്ളവരെയും വഞ്ചിക്കും. അപ്പം ഒരുത്തൻ വഞ്ചിക്കപ്പെട്ടു പോയാൽ ആ വ്യക്തി പറയുന്നതെല്ലാം കേൾക്കുന്നവർ അവനിലൂടെയും വഞ്ചിക്കപ്പെട്ടു പോവുക. ഇങ്ങനെ വഞ്ചനയുടെ ഒരു കാലഘട്ടമാണ്. ഡിസീവിങ് സ്പിരിറ്റാണിത്. ഇതാണ് കർത്താവ് പറയുന്നത് അവസാന കാലത്ത് ഏറ്റവും അധികം നമ്മൾ ഭയപ്പെടേണ്ടത്. അത് നമ്മൾ 2 പത്രോസിൻ്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ കാണാം. ദൈവത്തിന് 1000 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയേ ഉള്ളൂ. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. ഇനി നമുക്ക് ഏതെല്ലാം വിധത്തിൽ നമുക്ക് വഞ്ചിക്കപ്പെട്ടു പോകാം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം വിധത്തിൽ, ഇൻ വാട്ട് എവർ വേസ് ക്യാൻ വി ബി ഡിസീവ്ഡ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വീണ്ടും ജനിച്ചു എന്ന് പറയുന്നവരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം എൻ്റെ വർഷങ്ങളോളമുള്ള അനുഭവത്തിൽ ഒരുപാട് പേര് ധ്യാനമെല്ലാം കൂടി സ്നാനപ്പെട്ടും എൻ്റെ കൂടെയൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇത് വേറൊരു മതം പോലെയാണ്. ആദ്യം ഏതോ ഒരു സാധാരണയുള്ള ഒരു സഭയിൽ പിറന്നു വീണു, പിന്നെ വചനം കേട്ടു, ഇപ്പം കവനന്റ് പീപ്പിളിൻ്റെ പ്രാർത്ഥനയ്ക്ക് വരുന്നു. അത് വേറൊരു വിധത്തിൽ നല്ലാതെ തിരിച്ച് വീട്ടിൽ ചെന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥനയോ യേശുവായിട്ട് ബന്ധമോ ചിലർക്ക് ഇല്ല. ബൈബിൾ വായിക്കാറുമില്ല, ഇനി വായിച്ചാൽ തന്നെ ഒന്നും മനസ്സിലാകാറുമില്ല, അനുസരിക്കാറുമില്ല. കൂട്ടായ്മയിൽ തന്നെ വലിയ ആഗ്രഹമില്ല. ഈ കൂട്ടായ്മയോട് തന്നെ വലിയ ആഗ്രഹം ഇല്ലാത്തതിൻ്റെ കാരണം യേശുവുമായിട്ടൊരു കൂട്ടായ്മ ഇല്ല എന്നുള്ളതാണ് അതിന് സത്യം. യേശുവുമായിട്ട് നമുക്ക് നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ യേശുവുമായിട്ട് കൂട്ടായ്മയുള്ള, യേശുവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ കാണണമെന്നും അവരെ നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും അവരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ഒരു ആനന്ദവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തപ്പോൾ സഭയിൽ വന്നാലും വചനം കേൾക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കേട്ടില്ലാത്ത മട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ നമ്മൾ റോഡിൽ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ കാണാം, റോഡിൽ നിന്നുകൊണ്ട് കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ ഇന്ന് പ്രസംഗിക്കാറുണ്ട്. ആരൊക്കെയോ കേൾക്കുന്നു, ചിലരൊന്നും കേൾക്കുന്നില്ല, നമ്മളും കേട്ടിങ്ങ് പോവും എന്ന മട്ടിൽ ആ ഒരു വിധത്തിലൊക്കെ വന്നിരുന്ന് പകുതി കേട്ടു പകുതി കേട്ടില്ല, കേട്ടതെല്ലാം അപ്പം തന്നെ മറക്കും. ടോക്ക് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചോദിക്കണം എന്താണ് പറഞ്ഞത്, ഓർമ്മയില്ല. അപ്പോൾ ആ കേൾവിയുടെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്, ഇഗ്നറൻസ് ഓഫ് ഗോഡ്സ് വേർഡ്. നമ്മുടെ അജ്ഞത നമ്മളെ നശിപ്പിക്കുന്നത് പല വിധത്തിലുണ്ട്. ഒരു വിധമാണ് ഇതുപോലെ നമ്മളെ വഞ്ചിക്കാനായിട്ട് പിശാച് ചില ആൾക്കാരെ സഭയിലേക്ക് തന്നെ പറഞ്ഞു കൊടുക്കും. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടേതായ വ്യാഖ്യാനങ്ങളും ഒക്കെ കേട്ട് അതാണ് സത്യം, മറ്റേ വചനപ്രഘോഷകന് പറയുന്നതൊക്കെ ഇച്ചിരി കട്ടിയാണ്, ഇത് ആർക്ക് സ്വീകരിക്കാൻ പറ്റും? അത് തന്നെയല്ലേ യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞത്, ഇതൊക്കെ ആർക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനോ മറ്റ് ദൈവദാസന്മാരൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ യഥാർത്ഥമായ സത്യം കുറച്ച് വേദനയുള്ളതാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ മുറിപ്പെടുത്തും, നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും, ദേഷ്യം വരും. നമ്മൾ പിന്നെ അതിനേക്കാളും ഒക്കെ സുഖപ്പെടുത്തി പറയുന്നവരെ അന്വേഷിച്ച് പോകും. ഇതൊക്കെ വചനത്തിലുള്ളതാണ്. അവസാന കാലത്ത് ആൾക്കാർ കേൾവിക്ക് ഇമ്പമുള്ളവയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനോടുള്ള അജ്ഞത ഓസിയ പ്രവാചകൻ പറയുന്നു നമ്മളെ നശിപ്പിക്കും, ഡിസ്ട്രോയിഡ്. അതുകൊണ്ടത് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം ഒരു സഭയിൽ ഒരു ദേവദാസനെ വെച്ചിട്ടുണ്ട്. ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ലീഡേഴ്സ് ആകാൻ പറ്റുകയില്ല, 100 പേർക്കും പാസ്റ്റർ ആകാൻ പറ്റത്തില്ല. കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു അഭിഷേകമുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുമ്പം നമ്മൾ കർത്താവിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ആ വ്യക്തി അവിടെ നിൽക്കുന്നത്
യേശുവിൻ്റെ സ്ഥാനപതിയായിട്ടാണ്, യേശുവിൻ്റെ അംബാസഡറായിട്ടാണ്. യേശു പറഞ്ഞതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം അത് വിശ്വസിക്കാതിരിക്കുന്നത് തന്നെ നമുക്ക് വഞ്ചിക്കപ്പെടാനുള്ള ഒരു വേദിയിലേക്ക് നമ്മൾ കടന്ന് ജീവിക്കുന്നവരാണ്. അതല്ല, മൂന്നാമതൊരു കാര്യമുണ്ട്. ഇതിന് പകരം ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട്. പക്ഷെ അത് കൂടാതെ സഭയിലേക്ക് വന്നിട്ട് ഒരുപാട് വചനമൊക്കെ പറഞ്ഞു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതം നോക്കിയാൽ അവർക്ക് വചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ബുദ്ധിപരമായിട്ടൊക്കെ പഠിച്ചു എന്തൊക്കെ, അല്ലാതെ വേറെ വലിയ പ്രത്യേകമായിട്ടൊന്നുമില്ല. അപ്പം അവരെക്കുറിച്ചൊക്കെ ശരിക്കും അന്വേഷിക്കാതെ അവർ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാതെ ഉള്ള ഒരു ജീവിതം എങ്ങനെ പരിശോധിക്കാൻ പറ്റും? കേൾക്കുന്നയാൾ തന്നെ വചനം ശരിക്കും പഠിച്ചിട്ടില്ല, അറിയത്തില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കും. ദൈവദാസൻ പറയുന്നത് കേൾക്കുമോ? അതുമില്ല. അതൊക്കെ നമ്മളെ വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള ഒരു വേദിയാണ്. ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞതുപോലെ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ല. കാരണം യോഹന്നാൻ്റെ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷ. രക്ഷ എന്ന് പറയുന്നത് താൻ അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. അങ്ങനെ അറിയണമെങ്കിൽ ഇപ്പം ഒരാൾ വിവാഹം കഴിച്ച് കഴിയുമ്പം എനിക്ക് എൻ്റെ ഭാര്യ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിച്ചിരിക്കണം. അല്ലാതെ ഒരാൾ ആഫ്രിക്കയിലും ഒരാൾ അമേരിക്കയിലും ജീവിച്ചിട്ട് വല്ലപ്പോഴും കാണുമ്പം പിള്ളേരുണ്ടാകുന്നതല്ല അറിവ്. അപ്പം വ്യക്തിപരമായിട്ട് ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് സമയമെടുത്ത് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, ആശയവിനിമയം നടത്തണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയെ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയണമെങ്കിൽ യേശു വചനമാണ്. ആ വചനവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കണം. നമ്മളത് വായിച്ചാൽ പോരാ, പഠിച്ചാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ. അക്ഷരാർത്ഥത്തിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതനുസരിക്കണം. അനുസരിക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ അറിയുക. അപ്പോൾ യേശു എന്നെയും ട്രസ്റ്റ് ചെയ്യും, എന്നെയും വിശ്വസിക്കും. അപ്പം അങ്ങനെ ഇല്ലാത്തവർ എന്ത് ചെയ്യും? കർത്താവ് നിയോഗിച്ച ദൈവദാസന്മാർ, പാസ്റ്ററായാലും ലീഡറായാലും അപ്പസ്തോലനായാലും അവരെ അനുസരിക്കത്തില്ല, അവരെ വകവെക്കത്തില്ല. ഉള്ളിൽ ചിലപ്പം പുച്ഛിച്ചറിഞ്ഞ് ചിന്തിക്കുക. എനിക്കറിയാം ഒരുപാട് പാസ്റ്റർമാർ എനിക്ക് പരിചയമുണ്ട്. അവർക്കെതിരെ അവർ നയിക്കുന്ന ആൾക്കാർ ഗ്രൂപ്പുകളായിട്ട് എതിർക്കുന്നതുണ്ട്. എന്നാൽ വചനം പറയുന്നത് എബ്രായർ 13:17 പറയുന്നത്, നിങ്ങൾക്ക് വചനം പറഞ്ഞു തന്നവരെ, നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കുക, അവരോട് വിധേയപ്പെടുക. ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ കുഴപ്പം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളിത് നിസ്സാരമായിട്ട് നമുക്കെങ്ങനെ നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ഈ വഞ്ചിക്കപ്പെടാതെ വിധത്തിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് എങ്ങനെയാണ് സംരക്ഷിക്കുക? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് വചനത്തിലുമുണ്ട്. എന്നാൽ അനുഭവിച്ചയാളാണ് 42 കൊല്ലമായിട്ട്. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ, ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മേലുള്ള അഭിഷേകത്തെ നമ്മൾ മാനിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. ആ അഭിഷേകത്തോട് നമ്മൾ വിധേയപ്പെടണം. നമ്മൾ ആ മനുഷ്യവ്യക്തിയോടല്ല, മനുഷ്യവ്യക്തിയിൽ ഒരു അഭിഷേകമുണ്ട്. അഭിഷേകമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ യേശു ജീവിക്കുന്നുണ്ട്. ആ വ്യക്തി വാ തുറന്ന് സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ വായും നാക്കുവാണെങ്കിലും യേശു ആത്മാവായതുകൊണ്ട് ആ മനുഷ്യൻ്റെ വായും നാക്കും ഉപയോഗിച്ച് സംസാരിക്കുക. അപ്പം സംസാരിക്കുന്നത് യേശുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കുന്ന മൈക്രോഫോണാണ്. ഒരു മൈക്രോഫോൺ കൈ പിടിക്കുമ്പം ആ മൈക്രോഫോൺ അല്ല സംസാരിക്കുന്നത്. മൈക്രോഫോൺ അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സ്വരങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ, അത് പുറത്തേക്ക് കൊടുക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ യേശു, ഉദാഹരണമായിട്ട് എന്നെ അങ്ങ് എടുക്കുവാണെങ്കിൽ, യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. ആ എൻ്റെ ഉള്ളിലുള്ള യേശു എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. കേൾക്കുന്നതാണ് പിന്നെ വാ കൊണ്ട് നാക്കുകൊണ്ട് സംസാരിക്കുന്നത്.
അല്ലാതെ വചനം വായിച്ച് പഠിച്ച് ബുദ്ധി കൊണ്ട് പഠിച്ച് നോട്ട് എഴുതി ഞാൻ ജീവിക്കാത്തത് പ്രസംഗിച്ചാൽ അത് യേശുവല്ല, അത് ഞാൻ തന്നെയാണ്. എന്നാൽ വചനത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് ഒരു വ്യക്തിയെ അവിടെ കൊണ്ട് നിർത്തുമ്പം ആ വ്യക്തിയോട് സംസാരിക്കും, അത് കേൾക്കാൻ സാധിക്കും. ആ കേൾക്കുന്നതാണ് ഈ നാക്കുകൊണ്ട് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ഈ ജീവിക്കുന്ന മൈക്രോഫോണിനെ അല്ല, ആ മൈക്രോഫോൺ കൈ പിടിച്ചിരിക്കുന്ന ജോസാകുന്ന ആ മൈക്രോഫോണിനെ ഉപയോഗിച്ചുകൊണ്ട് യേശു സംസാരിക്കുക. അപ്പോൾ അതിനെ എതിർക്കുമ്പോൾ നിങ്ങൾ എതിർക്കുന്നത് ഒരു മനുഷ്യനെ അല്ല, യേശുവിനെയാണ്. അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റാണ്. അതിൻ്റെതായ വിധത്തിൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. യേശു പറഞ്ഞു, എൻ്റെ അഭിഷേകത്തെ തൊട്ടുപോകല്ലേ, എൻ്റെ അഭിഷേകത്തെ തൊട്ടുപോകരുത്. കാരണം കർത്താവ് പോലും ആ അഭിഷേകത്തിനെ അതുപോലെ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ അതുപോലെ വിശ്വസിക്കണം. കാര്യം ആ വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഈ ഒരു കാഴ്ചപ്പാട് കാണണം. വചനം കേൾക്കുമ്പോൾ ജോസിനെ കേൾക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവദാസനെ കേൾക്കാനോ അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് യേശുവിനെ കേൾക്കാനാണ്. പക്ഷേ സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. ആ വിധത്തിൽ നമ്മൾ ഭയത്തോടെ, ദാഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമ്മൾ കേൾക്കുമ്പം നമ്മൾ യേശുവിനെയാണ് കേൾക്കുക. അപ്പം നമുക്കത് സ്വീകരിക്കാൻ പറ്റും. പലതൊക്കെ വേദനിക്കുന്നതായിരിക്കും, പലതൊക്കെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും, പലതൊക്കെ ശാസിക്കുന്നതായിരിക്കും, പലതൊക്കെ സ്നേഹിക്കുന്നതായിരിക്കും, സമാധാനം തരുന്നതായിരിക്കും, ചിലതൊക്കെ തിരുത്തേണ്ടതായിരിക്കും. എന്ത് കേട്ടാലും യേശുവാണ് സംസാരിക്കുന്നത്. അത് ദാഹത്തോടെ സ്വീകരിക്കുക. അതനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് അതനുസരിച്ച് നമ്മളെ തിരുത്തി ജീവിക്കുക. അതിന് പകരം മറ്റു പലരെയും കേൾക്കാൻ പോകും. മറ്റു പലരും ദൈവദാസന്മാരാണ്. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചൊരു ദൈവദാസൻ, നിങ്ങൾക്ക് വേണ്ടത് ഈ ദൈവദാസനിലൂടെയാണ് സംസാരിക്കുക. മറ്റു പലരും സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് അവരെ ഏൽപ്പിച്ച ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ അവർ പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് കേൾക്കുമ്പം തെറ്റുപറ്റാം. ഇനി ചിലതൊക്കെ നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ യേശുവിനോടുകൂടെ ബന്ധമുണ്ടോ, അതോ അവർ ബുദ്ധിയിൽ സംസാരിക്കുന്നവരാണോ, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർക്കൊക്കെ വചനം പ്രസംഗിക്കുന്ന വലിയൊരു ആനന്ദമാണ്, ഒരു കിക്കാണ്. അങ്ങനെ പലരുമുണ്ട്. എല്ലാ ദൈവദാസന്മാരും അല്ലെങ്കിൽ എല്ലാ ദൈവദാസന്മാരും വിളിക്കപ്പെടുന്നവരും വചന പ്രഘോഷകരെല്ലാം കർത്താവിനോട് ബന്ധമാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ക്രെഡൻഷ്യൽസ് ഒന്ന് പരിശോധിക്കണം. ഏറ്റവും നല്ലത് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആളെ കേൾക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയുമായിട്ടൊരു സ്നേഹബന്ധം പുലർത്തുക, ബഹുമാനിക്കുക. അത് വളരെ പ്രാധാന്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ആ വ്യക്തി നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിയാണല്ലോ. ഈ ലോകത്തിൻ്റെ ലൗകികനായിട്ട് ജീവിച്ച കാലത്ത്, പിശാചിൻ്റെ അടിമയായിട്ട് ജീവിച്ച കാലത്ത്, പാപത്തിൻ്റെ ബന്ധനത്തിൽ ജീവിച്ച കാലത്ത്, വലിയ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞ് ജീവിച്ച കാലത്ത്, അവിടുന്നൊക്കെ നിങ്ങളെ മോചിപ്പിച്ചിട്ട് ഇന്ന് യേശുവിനെ അനുഭവിക്കത്തക്കവണ്ണം കർത്താവ് ആക്കിയെടുത്തത് ഈ വ്യക്തിയിലൂടെ കർത്താവ് സംസാരിച്ചപ്പോഴല്ലേ. അപ്പം ആ വ്യക്തിയിലൂടെ കർത്താവ് ഇനിയും തെറ്റ് സംസാരിക്കുമോ? ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അവിടെയൊക്കെ നമുക്ക് വഞ്ചിക്കപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്വയം വഞ്ചിക്കാറുണ്ടെന്ന് വചനം പറയുന്നത്. നമ്മളെപ്പോഴാണ് സ്വയം വഞ്ചിക്കാറുള്ളത്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വചനം കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുമ്പോൾ സ്വയം വഞ്ചിക്കുക. അപ്പോൾ നമ്മൾ വചനം വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്, പക്ഷേ നമ്മളത് പാലിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്വയം തന്നെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്.
ഇവിടുന്നൊക്കെയാണ് നമുക്ക് മോചനം വേണ്ടത്, നമുക്ക് തിരുത്തലുകൾ വേണ്ടത്. അങ്ങനെ നമ്മൾ തിരുത്തി ദൈവം തന്നിരിക്കുന്ന ദൈവദാസനെ, ദൈവത്തെ തന്നെയാണ് കേൾക്കുന്നത് എന്ന വിശ്വാസത്തിൽ, ബോധ്യത്തിൽ, നല്ല ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് പ്രൊട്ടക്ഷൻ. അപ്പം യേശുവുമായിട്ട് ബന്ധം വേണം. യേശുവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിലേ യേശുവിൻ്റെ പ്രതിനിധിയുമായിട്ട് ബന്ധം ഉണ്ടാകത്തുള്ളൂ. അപ്പം യേശുവുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെടുകയും എന്നാൽ നിങ്ങളുടെ സഭയെ നയിക്കാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ബഹുമാനിക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ കള്ളം പറഞ്ഞതാണ്. യേശുവായിട്ട് ബന്ധമില്ല. ബന്ധമുണ്ടെങ്കിൽ ആ യേശു തന്നെ വെച്ചിരിക്കുന്ന ആളോട് ബന്ധം കാണുമല്ലോ. അതില്ലാത്തതിൻ്റെ കാര്യം യേശുവായിട്ട് ബന്ധമില്ല. അപ്പോൾ ഒന്ന്, യേശുവായിട്ട് ബന്ധം വേണം. രണ്ട്, യേശുവിൻ്റെ സ്ഥാനപതിയായ ആ ദൈവദാസനുമായിട്ട് ബന്ധം വേണം. മൂന്ന്, ആ വ്യക്തിയിലൂടെ വരുന്ന വചനം കേട്ട് സ്വയം പരിശോധിച്ച് തിരുത്തേണ്ടതൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. അതിനുള്ള ഒരു എളിമ വേണം. അതിനാണ് വിധേയപ്പെടണമെങ്കിൽ എളിമ വേണം. ആദ്യം മനുഷ്യൻ്റെ പാപം വിധേയത്വമില്ലായ്മയായിരുന്നു. ദൈവം പറഞ്ഞതാണ്, ഈ കനി ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചാൽ നീ മരിക്കും. ദൈവം പറഞ്ഞതാ. പക്ഷെ പിന്നെ ഒരുത്തൻ വന്ന് പറഞ്ഞു പിശാച്, അത് ഭക്ഷിച്ചാൽ നീ മരിക്കത്തില്ല, നീ ജീവിക്കും. നല്ല സുഖമായ വചനമല്ലേ അവൻ പറഞ്ഞത്. ആദ്യം ദൈവം പറഞ്ഞ വചനം അത്ര സുഖമല്ല, നീ മരിക്കൂ. ആർക്കാ ഇഷ്ടം? ഇവൻ പറയുന്നു നീ മരിക്കത്തില്ല, നീ അത് കഴിക്കുക. ഇന്നും ഈ രണ്ട് സ്വരമുണ്ട്. ദൈവത്തിൻ്റെ സ്വരം താൻ തിരഞ്ഞെടുത്ത ദൈവദാസനിലൂടെ വരുന്നു. അതല്ലാത്ത സ്വരങ്ങൾ ലോകത്തിൽ നിന്നും കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ സഭയ്ക്കകത്തോട്ട് കയറി വരുന്ന, വീണ്ടും ജനിച്ചു എന്നും പറഞ്ഞ് കയറി വരുന്ന, നമുക്കറിയാൻ പാടില്ല ഏത് വിധത്തിലാണ് അവർ വന്നിരിക്കുന്നത്. അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. എൻ്റെ തന്നെ ബുദ്ധി പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ പിശാച് പറഞ്ഞതിന് തുല്യമാണ്. അപ്പം അവിടെ ഒരു വിധേയത്വമില്ല. ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തോട് വിധേയപ്പെട്ടില്ല, പിശാചിനോട് വിധേയപ്പെട്ടു. അപ്പോൾ പാപം കടന്നു വന്നു. ആ പാപത്തിൻ്റെ ഫലമായിട്ട് അവർ ആത്മാവിൽ മരിച്ചു. ആ അവസ്ഥ, പാപവും മരണവും മനുഷ്യരാശിയിലേക്കെല്ലാം വന്നു. നമ്മളെല്ലാം വന്നത് മരിച്ചവരായിട്ടാണ്, ആത്മാവിൽ മരിച്ചവരായിട്ടാണ്. അവിടുന്ന് പ്രിയപ്പെട്ടവരെ, ആ ആത്മാവിൽ മരിച്ചവനെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. രോഗശാന്തി കിട്ടുന്നതല്ല, ക്യാൻസർ മാറുന്നതല്ല, തളർന്നു കിടക്കുന്നവർ എഴുന്നേറ്റ് നടക്കുന്നതല്ല. അതിനേക്കാളൊക്കെ വലിയ അത്ഭുതം ഈ പിശാചിൻ്റെ അടിമത്തത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ മനുഷ്യരുടെ സമൃദ്ധിക്ക് വേണ്ടി ജീവിക്കുന്നവര് അതിനെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതിയിട്ട് യേശുവിൻ്റെ വചനം കേട്ട് വിധേയപ്പെടുന്ന, ആ യേശു വഹിച്ച ആ വ്യക്തിയോട് വിധേയപ്പെടുന്നതാണ്. അതാണ് രക്ഷ. അപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് ഉള്ളതിൻ്റെ ഒരു വലിയ ഒരു തെളിവ് എനിക്ക് വിധേയപ്പെടാൻ പറ്റുന്നുണ്ടോ? ദൈവം അയച്ച ദൈവദാസനോട് വിധേയപ്പെടാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് നമ്മൾ തന്നെ നമ്മൾ കളിപ്പിക്കുക. നമ്മൾ ആത്മവാഞ്ചന നടത്തുക. നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല. കാര്യം വിധേയത്വം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. വചനത്തിൽ ഒരുപാട് ഭാഗത്തുണ്ട്. ഭാര്യമാരോട് പറയുന്നത് ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുക. സഭയിലുള്ളവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിനെ, നിങ്ങളോട് വചനം പ്രസംഗിച്ചവരോട് വിധേയപ്പെടുക. നിങ്ങൾ പരസ്പരം വിധേയപ്പെടുക. വിധേയത്വം. ആ വിധേയത്വമില്ലായ്മ ഒറ്റ ഒരുത്തിനേ ഉള്ളൂ, പിശാചിന്. അപ്പോൾ ആ പിശാചിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കെങ്ങനെ വിവേചിച്ചറിയാൻ പറ്റും? ഏത് വചനപ്രഘോഷണമാണ് ശരി, ഏതാണ് തെറ്റ്? ആരെയും കേൾക്കാൻ പോയാൽ ഞാനും അവസാനം ആ കൂട്ടത്തിൽ നശിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ജനം അജ്ഞത നിമിഷം നശിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ വളരെ കരുതലോടെ കാക്കേണ്ട സമയമാണ്. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും വലിയ പ്ലാനുണ്ട്. നമ്മൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മളെ സൃഷ്ടിച്ചതിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നതാ? ഇഷ്ടം പോലെ ജീവിച്ചിട്ട് മരിക്കാറാകുമ്പം ഒരു ജ്ഞാനവും കൂടി പരിശുദ്ധാത്മാവിനെയും സ്വീകരിച്ച് വീണ്ടും ജനിച്ചിട്ട് കണ്ണടയ്ക്കുന്നതാണോ? അയ്യോ, അല്ല പ്രിയപ്പെട്ടവരെ.
രക്ഷിക്കപ്പെടുമായിരിക്കും. പക്ഷേ അത് കർത്താവ് വിളിച്ചതിനല്ല. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ചെയ്തു തീർക്കാത്തത്തോളം കാലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. അപ്പം അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ഒരു ഉപകരണമായി തീരുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സംരക്ഷണമാണ്. ഒന്നാമത് നമുക്ക് അപ്പം തരുന്നൊരു വലിയ വരമുണ്ട്, വിവേചനാപരം. വിവേചിച്ചറിയണം നമ്മൾ കേൾക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ, എന്നോട് സംസാരിക്കുന്ന എന്നോട് പ്രസംഗിക്കുന്ന ഈ വ്യക്തി ദൈവത്തിൽ നിന്നാണോ അതോ ലോകത്തിൻ്റെതായ മാനദണ്ഡങ്ങളാണോ അതോ പിശാചാണോ, ഇതൊക്കെ നമ്മൾ വിവേചിച്ചറിയേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ പറയുന്നത്, യേശു സ്വർഗത്തിലെ ഒരു വേട്ടപ്പട്ടിയെ പോലെയാണ്. നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഭാഷയെ ഉപയോഗിക്കുന്ന വേട്ടപ്പട്ടി, വേട്ടയാടാൻ പോകുന്ന പട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന യേശു ആ വേട്ടപ്പട്ടിക്ക് തുല്യമാണ്. നമ്മുടെ പുറകെ എപ്പോഴും ഉണ്ട്. ഹി ഹാസ് നോട്ട് ഗിവൻ അപ്പ് ഓൺ യു ഓർ മീ. ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ച ആ ദൈവം നമ്മളുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധത്തിലൂടെ അവിടുത്തെ സ്നേഹം അറിയിക്കുവാനും, അങ്ങനെ ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് നമ്മുടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന വിധത്തിൽ അവനെ നമ്മൾ സേവിക്കും. മനുഷ്യർ നമ്മളെ കുറ്റപ്പെടുത്തും, വിമർശിക്കും, തള്ളിപ്പറയും, നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യും. പക്ഷെ അതിൻ്റെ എല്ലാം നടക്കാതെ പോകും. കാര്യം യേശുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ട്. അവൻ നമ്മുടെ പുറകെ ഉണ്ട്. നമ്മളെപ്പോഴാണെന്ന് തിരിഞ്ഞു നോക്കുന്നത്, നമ്മളെപ്പോഴാണ് അവൻ്റെ സ്വരം കേൾക്കുക. അതുകൊണ്ടാണ് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ പറയുന്നത്, ഈ ഭൂമിയിലുള്ള ഒരു വേട്ടപ്പട്ടിയെപ്പോലെയാണ് സ്വർഗത്തിലെ യേശു നമ്മുടെ പിന്നാലെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെ ആ യേശുവിനോട് നമ്മൾ ഒരു പ്രത്യുത്തരം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ നമ്മളെക്കുറിച്ച് വലിയ ആഗ്രഹമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവനോട് സഹകരിച്ച് അവന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തും. ഈ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കാം, കർത്താവ് അനുവദിച്ചാൽ. അത് ഏറ്റവും വലിയ രഹസ്യം ദൈവരാജ്യത്തിലെ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരാണെന്ന് നമുക്ക് അനുഭവിച്ചറിയണം. നമ്മൾ ബുദ്ധി കൊണ്ട് പഠിക്കുകയാണ് നമ്മൾ ആരാണ്. നമ്മൾ സാധാരണ ഒരു മനുഷ്യ വ്യക്തിയല്ല, നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. വി ആർ ദ പ്രഷ്യസ് പീപ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ ആ കാരണത്താൽ കർത്താവ്, ഞാനൊരു രാജാവിൻ്റെ മകനാണ്, അപ്പോൾ എനിക്ക് ആ രാജാവിൻ്റെ എല്ലാ സംരക്ഷണവും, സ്വർഗത്തിലെ എല്ലാ പടയാളികളും, മാലാഖമാരാകുന്ന പടയാളികളുടെ സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ശരിയായ വിധത്തിൽ കർത്താവിന് പ്രത്യുത്തരം കൊടുക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ അവസാന കാലം അടുത്തിരിക്കുക, എപ്പോഴാണെന്ന് അറിയത്തില്ല. യേശുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? യേശുവുമായിട്ട് യേശു തന്ന ആ ദൈവദാസനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? സഭയിലുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അത് പരിശോധിച്ച് നിങ്ങളെ കർത്താവ് ഏത് വിധത്തിലാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ വിധത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ നമ്മളായിട്ട് സമയമെടുത്ത് കർത്താവിനോട് കൂടെ വളർന്നിട്ടില്ലെങ്കിൽ അതൊക്കെ കർത്താവിനോട് ഡേറ്റ് പറഞ്ഞ് മാപ്പ് ചോദിക്കുക. ഈ ലോക്കൗട്ടിൻ്റെ കാലത്ത് കർത്താവ് തൻ്റെ സഭയെ പണിയുകയാണ്, നവീകരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് വലിയ ജോലി മുന്നിലുണ്ട്
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഒരു ദൗത്യം തരും. നിങ്ങളെ ഉപയോഗിച്ച് അനേകരെ രക്ഷിക്കാനുണ്ട്. കർത്താവ് വരുന്നതിന് മുമ്പേ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മളൊക്കെ അതിന് കർത്താവിന് മുമ്പിൽ നമ്മളെ വിട്ടുകൊടുത്താലേ സാധിക്കത്തുള്ളൂ. ഇന്ന് വരെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടതുപോലെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കുക. യേശുവേ നാഥ, ഇവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവേ, എന്നോട് കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും കർത്താവേ, ഞാനുൾപ്പെടെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുകയാണ്. വേണ്ടതുപോലെ അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഞങ്ങളെ വിട്ടു തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഞങ്ങളെ ഉപയോഗിക്കാമായിരുന്നു. അനേകർക്ക് രക്ഷ കൊടുക്കാൻ സാധിക്കുമായിരുന്നു കർത്താവേ. ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചില്ല എന്ന് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു കർത്താവേ. ഈ നിമിഷം അങ്ങനെ പരിശുദ്ധ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ ലൗകികതയിൽ നിന്നും ജഡികാഭിലാഷത്തിൽ നിന്നും എല്ലാം മാറ്റി ഞങ്ങളെ ആരാണ്, ഞങ്ങളെ ആരാകാൻ വേണ്ടിയാണ് അങ്ങ് സൃഷ്ടിച്ചത് കർത്താവേ, ആ പ്ലാനിലേക്ക് കടന്നു വന്ന് അങ്ങയുടെ മക്കളായിട്ട്, ലോകത്തിൻ്റെ മക്കളല്ല, അങ്ങയുടെ മക്കളായിട്ട് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ കർത്താവേ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ചെന്ന് അനേകരെ കർത്താവ് ഇതിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരും കാണപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുവേണ്ടി സമർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ കർത്താവേ ഇതാ മുട്ടുമേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകർ സങ്കടപ്പെട്ട് കണ്ണുനീരൊഴിക്കുന്നവരെ കർത്താവ് നീ കാണിക്കുന്നല്ലോ. അവരെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. നീ കൊടുത്ത ആ വലിയ മാനസാന്തരം, ആ വലിയ ഉൾക്കാഴ്ച കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. അവരുടെ ഓരോരുത്തരുടെയും ശിരസിൽ അങ്ങിരുന്ന തലയിൽ കൈവെക്കണമേ. അതേ പ്രിയപ്പെട്ടവരെ, മുട്ടുമേ നിൽക്കുന്നവരോട് കർത്താവ് ഞാൻ കാണിക്കുന്നു. കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും കർത്താവ് വന്ന് നിങ്ങളുടെ ശിരസിൽ തലവെച്ച് കൈവച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അനേകരുടെ കഠിനമായ തലവേദനയെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. കൂടെ ഉണ്ടാകുന്ന തുമ്മലും ചീറ്റലും ജലദോഷവും എല്ലാം എടുത്ത് മാറ്റി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ശക്തി തരികയാണ്. നിങ്ങളുടെ ആത്മാവിന് ശക്തി തരികയാണ്. നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതേ, അനേകർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ലോകത്തെയും ലോകത്തിലുള്ള മനുഷ്യരെയും അവരുടെ ആയ കാഴ്ചപ്പാടുകളെയും അവരുടെ സ്നേഹത്തെ എല്ലാം ഞങ്ങൾ ഉച്ചിഷ്ടം പോലെ കരുതുന്നു. ഞങ്ങൾക്ക് യേശു മാത്രം മതി എന്ന് ഏറ്റു പറയുന്നവരെ കാണുന്നു കർത്താവേ. സന്തോഷത്തോടെ കർത്താവേ, അങ്ങ് സ്വർഗം മുഴുവൻ സന്തോഷിക്കുകയാണല്ലോ. ഓ യെസ്. ഇടത്തെ എളിക്ക് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കാൽമുട്ടുകൾക്ക് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അതെ, കാലിൻ്റെ അടിയിൽ ആണി രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ചിലരുടെയൊക്കെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഏത് സമയവും ചൊറിച്ചിലും പഴുപ്പുമൊക്കെ വരുന്ന എല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാറുകണങ്ങിൻ്റെ ശല്യമുള്ളവ ഇനി അനേകരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. തൊണ്ടവേദനയുള്ളവരെ സുഖപ്പെടുത്തുന്നുണ്ട്. കേൾവി കുറഞ്ഞു പോയവരെ സുഖപ്പെടുത്തുന്നുണ്ട്. കണ്ണുകളുടെ കാഴ്ചകൾ കർത്താവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. വചനം വായിക്കാനുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ കർത്താവ് വലിയ ഉൾക്കാഴ്ച തരും. കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്ന് തന്ന വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്ന പുതിയ കാഴ്ചപ്പാടുകളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തരുന്ന സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. യേശുവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ യേശു നാമത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ. എന്റെ മണവാളൻ വാനിൽ വരാറായി, മണവാട്ടി എന്നെ ചേർത്തിടാറായി. എന്റെ മണവാളൻ വാനിൽ വരാറായി, മണവാട്ടി എന്നെ ചേർത്തിടാറായി. ദുഃഖങ്ങളൊക്കെയും തീർന്നിടാറായി, കണ്ണുനീരൊക്കെയും ഒപ്പിടാറായി. ദുഃഖങ്ങളൊക്കെയും തീർന്നിടാറായി, കണ്ണുനീരൊക്കെയും ഒപ്പിടാറായി. കാണാറായി, കാണാറായി, എന്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി, പോകാറായി, എന്റെ പ്രിയന്റെ കൂടെ
പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ പോകാറായി. ആരും പാടിടാത്ത പാട്ട് ഞാൻ പാടും, ആരും പാട്ടിടാത്ത വീട്ടിൽ വസിക്കും. ആരും പാടിടാത്ത പാട്ട് ഞാൻ പാടും, ആരും പാട്ടിടാത്ത വീട്ടിൽ വസിക്കും. ജീവജല നദിയിൽ പാനം ചെയ്തിടും, ജീവന്റെ നാഥനെ നേരിൽ കണ്ടിടും. ജീവജല നദിയിൽ പാനം ചെയ്തിടും, ജീവന്റെ നാഥനെ നേരിൽ കണ്ടിടും. കാണാറായി കാണാറായി എൻ്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ പോകാറായി. കാണാറായി കാണാറായി എൻ്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ പോകാറായി. പേര് ചൊല്ലി വിളിച്ച രക്ഷകനെ, കരം പിടിച്ചു നടത്തിയ നാഥനെ കാണാം. പേര് ചൊല്ലി വിളിച്ച രക്ഷകനെ, കരം പിടിച്ചു നടത്തിയ നാഥനെ കാണാം. അറുക്കപ്പെട്ട കുഞ്ഞാടെ കാണാം, ഹല്ലേലൂയ പാടി ആരാധിമാൻ. അറുക്കപ്പെട്ട കുഞ്ഞാടെ കാണാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. കാണാറായി കാണാറായി എൻ്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ പോകാറായി. കാണാറായി കാണാറായി എൻ്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ പോകാറായി. പേര് ചൊല്ലി വിളിച്ച രക്ഷകനെ, കരം പിടിച്ചു നടത്തിയ നാഥനെ കാണാം. പേര് ചൊല്ലി വിളിച്ച രക്ഷകനെ, കരം പിടിച്ചു നടത്തിയ നാഥനെ കാണാം. അറുക്കപ്പെട്ട കുഞ്ഞാടെ കാണാം, ഹല്ലേലൂയ പാടി അറുക്കപ്പെട്ട കുഞ്ഞാടെ കാണാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. അറുക്കപ്പെട്ട കുഞ്ഞാടെ കാണാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. അറുക്കപ്പെട്ട കുഞ്ഞാടെ കാണാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. കാണാറായി എൻ്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ പോകാറായി. കാണാറായി കാണാറായി എൻ്റെ കാന്തന്റെ പൊന്മുഖം കാണാറായി. പോകാറായി പോകാറായി എൻ്റെ പ്രിയന്റെ കൂടെ